diffusion. What is actually the vacancy diffusion? Okay, the atom exchange the atom which exchange with the vacancies. Okay, if there is any vacancy is there, means the atom which will exchange the atoms which will exchange with each other. That is actually considered as vacancy diffusion. Okay, അപ്പം ഇതിൻ്റെ കേസിൽ നമുക്ക് എത്ര വേക്കൻസി ഉണ്ടോ അത്രത്തോളം വേക്കൻസി ഡിഫ്യൂഷൻ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ്. ഓർ അതുപോലെ തന്നെ ആക്ടിവേഷൻ എനർജി വിച്ച് ഈസ് ആക്ച്വലി റിക്വയർഡ് ടു എക്സ്ചേഞ്ച്. ഓക്കെ, ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ഹിയർ വി ക്യാൻ സി. ഓക്കെ ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ വേക്കൻസി ഡിഫ്യൂഷൻ, ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആറ്റം എങ്ങോട്ട് മൂവായി? ഇങ്ങോട്ട് മൂവായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള ആറ്റം ഇങ്ങോട്ട് മൂവായി, അതുപോലെ തന്നെ ഇവിടെയുള്ള ആറ്റം ഇങ്ങോട്ട് മൂവായി. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് മൊത്തത്തിൽ ആറ്റത്തിൻ്റെ എക്സ്ചേഞ്ച് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ്. ദാറ്റ് റിക്വേഴ്സ്. ഓക്കെ, ദാറ്റ് റിക്വേഴ്സ് എന്താണ്? ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ഡിഫ്യൂഷൻ which want to happens means it requires vacancy and also what the activation energy or energy required to break the bonds. Okay, that also required. So that is the basic concept of vacancy diffusion. And if you are just considering interstitial diffusion, actually the interstitial diffusion which is actually happens in the interstitial space. Okay, if you are just considering the atom, the two atoms which is actually ജോയിൻ ചെയ്യുന്ന ആ ആറ്റത്തിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സ്പേസിൽ എവിടെ എന്തുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്? ആറ്റത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇൻഡർസ്റ്റീഷ്യൽ സ്പേസ് വിച്ച് ഈസ് ആക്ച്വലി ദർ. ഓക്കെ, മസ്റ്റ് ബി ദർ. അപ്പം ഒരു സ്മോളർ ആറ്റംസ് ക്യാൻ ഡിഫ്യൂസ് ബിറ്റ്വീൻ ആറ്റംസ്. ഓക്കെ, ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ഒരു ഡിഫ്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതായത് നിങ്ങളൊരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ആറ്റം. ഇഫ് യു ആർ ജസ്റ്റ് looking this means we can see that here in between atoms what happens? There must be an interstitial space will be there. Okay, interstitial space, this is actually considered as interstitial space. അപ്പോൾ ഈ interstitial സ്പേസിലേക്ക് നമ്മളുടെ സ്മോളർ ആറ്റംസ് ഡിഫ്യൂഷൻ, സ്മോളർ ആറ്റത്തിൻ്റെ ഡിഫ്യൂഷൻ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ബിറ്റ്വീൻ ദ interstitial space of atoms. ഓക്കെ, അപ്പം ബിഫോർ ഡിഫ്യൂഷനിൽ ഇവിടെയായിരുന്നു എങ്കിൽ ഈ ആഫ്റ്റർ ഡിഫ്യൂഷൻ ദിസ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നിന്ന് ആറ്റം വേറൊരു പൊസിഷനിലേക്ക്, സ്മോളർ ആറ്റംസ് വേറൊരു പൊസിഷനിലേക്ക് പോയി. അപ്പം ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലുള്ള ആറ്റത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഡിഫ്യൂഷനെയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം? ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് കൺസിഡർ ചെയ്യുക. അപ്പം നമ്മളുടെ വേക്കൻസിയും ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. വേക്കൻസി ഡിഫ്യൂഷൻ മീൻസ് ദ ഡിഫ്യൂഷൻ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് between the vacancy. Okay, diffusion which is actually happens in vacancies, but interstitial diffusion which is actually happens in interstitial space. Okay, okay, in microscopic point of view if you are just considering means, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് മൈക്രോസ്കോപ്പിക് പോയിന്റ് വ്യൂവിലുള്ള ഡിഫ്യൂഷൻ പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. ദാറ്റ് ഈസ് ഏതൊക്കെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് പോയിന്റ് വ്യൂവിലെ ഡിഫ്യൂഷൻ പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്തത്? ഒന്നാമത്തത് നമ്മളുടെ വേക്കൻസി ഡിഫ്യൂഷനും അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷനുമാണ്. ബട്ട് ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് മൈക്രോസ്കോപ്പിക് പോയിന്റ് വ്യൂ, വി ആർ ജസ്റ്റ് കൺസിഡറിങ് ദ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഓവറോൾ മൂവ്മെന്റ് ഓഫ് ഡോപ്പന്റ് പ്രൊഫൈൽ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ഇൻ മൈക്രോസ്കോപ്പിക് പോയിന്റ് വ്യൂ. ഓക്കെ, ദ ഓവറോൾ മോഷൻ ഓഫ് ഡോപ്പന്റ് ആറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ അത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം എങ്കിൽ വി മസ്റ്റ് നോ ദ laws that is actually known as Fick's law of diffusion. Okay, അപ്പം that is what is the Fick's law of diffusion എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് ഫിക്സ്, ഓക്കെ, ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, ഫിക്സിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത് ഫ്ലക്സ് ഓഫ് ദ ഡോപ്പന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഫ്ലക്സ് ഓഫ് ദ ഡോപ്പന്റ്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഡീൽ ഗ്രൂ മോഡൽ ഓഫ് ഓക്സിഡേഷൻ പ്രോസസ്സൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്ലക്സ് ജെ എന്ന് പറയുന്ന ടേം നമ്മൾ ഓൾറെഡി കണ്ടതാണ്.
ഓക്കെ, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്, ഓക്സിജൻ ഫ്ലക്സ് എന്ന് നമ്മൾ കണ്ടാണ് J1 J2 J3 എന്നൊക്കെ പറയുന്നത്. അപ്പം ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എന്താണ് ഡോപ്പൻ്റ് ആറ്റംസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് ഫ്ലക്സ്. ഓക്കെ, ഒരു ഡോപ്പൻറ്റിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നതാണ്. നമ്മൾ നേരത്തെ അവിടെ കൺസിഡർ ചെയ്തത് ഓക്സിജൻ ഫ്ലക്സ് ആണ് ഡീൽ ഗ്രൂവ് മോഡൽ. ഓക്കെ, ബട്ട് ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഡോപ്പൻറ്റിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് പ്രപ്പോർഷണലാണ്. ഏതിന്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് പ്രപ്പോർഷണലാണ് എന്നാണ് നമ്മളുടെ ഫിക്സ് ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ജെ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്, ഡി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോയിഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഡിഫ്യൂഷൻ കോയിഫിഷ്യൻ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സി ഓഫ് എക്സ് കോമ ടി, ദാറ്റ് ഈസ് സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് എക്സ് ഈസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ് ഇൻ ടു ദ സബ്സ്ട്രേറ്റ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസിലാണ് നമ്മളുടെ സബ്സ്ട്രേറ്റ് ഡോപ്പ് ആയിരിക്കുന്നത്. ഓക്കെ, എത്രത്തോളം ഡിഫ്യൂഷൻ distance which is actually happens, that is x, and t is actually the diffusion time. Okay, if you are just considering the flux of the dopant is actually proportional to the concentration gradient. Okay, flux J, concentration C, the concentration gradient that is dou by dou x of C of x comma t. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിക്സ് ഫസ്റ്റ് ലോ നമ്മളോട് പറയുന്നത്. ഫ്ലക്സ് ഓഫ് ദ ഡോപ്പൻറ്റ് ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പം എക്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഡിസ്റ്റൻസിൽ നമ്മളുടെ സബ്സ്ട്രേറ്റിൽ നമ്മളുടെ ഡോപ്പൻറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ എത്രത്തോളം ടൈം ഡിഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈനസ് ഓഫ് എന്ന് പറയുന്ന ടേമാണ് നമ്മൾ മൈനസ് ഓഫ് ഡി ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സി ഓഫ് എക്സ് കോമ ടി. അതായത് മൈനസ് എന്ന അല്ലെങ്കിൽ നെഗറ്റീവ് സൈന് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ മാസ് ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഒരു സബ്സ്ട്രേറ്റിലേക്ക് ഡിഫ്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇനിഷ്യലി ഡിഫ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. ഇത് താഴേക്ക് ഡിസ്റ്റൻസിലേക്ക് വരും തോറും അതിൻ്റെ ഡിഫ്യൂഷൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഡോസ് എന്തായിരിക്കും കുറഞ്ഞായിരിക്കും വരിക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെയേ എന്തുണ്ടാവുള്ളൂ, ഈ ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ മാസ് ഫ്ലോ വിച്ച് ഈസ് ആക്ച്വലി എന്താണ് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ. അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഇവിടെ ഇട്ടത്, നെഗറ്റീവ് ഓഫ് ഡി ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സി ഓഫ് എക്സ് കോമ ടി എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്ലക്സ് ഓഫ് ദ ഡോപ്പൻറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ദാറ്റ് ഈസ് ആക്ച്വലി ഫിക്സ് ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫിക്സ് ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് പ്രപ്പോർഷണലാണ് ഈ ഡോപ്പൻറ്റിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം നമ്പർ ഓഫ് ഡോപ്പൻറ്റ് ആറ്റം പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. അപ്പം എത്ര ഡോപ്പൻറ്റ് ഒരു യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതാണെന്നാണ് പറയുന്നത്, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ്, എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം എത്രത്തോളം കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്രത്തോളം ഡോപ്പൻറ്റ് ഒരു സെർട്ടൈൻ ഏരിയയിൽ സെർട്ടൈൻ ടൈം ഉണ്ടാവുക എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ആണ്. അതിൻ്റെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. അതാണ് നമ്മളുടെ ഫിക്സ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫിക്സ് സെക്കൻഡ് ലോ. അപ്പോൾ നമ്മൾ ഫിക്സ് ഫസ്റ്റ് ലോ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ലോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ലോ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വിത്ത് ഡെപ്ത്. ഓക്കെ, ഇപ്പം ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ സെയിം ആണ്. അതായത് എത്രത്തോളം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, അപ്പം അതായത് നമ്മളുടെ കോൺസെൻട്രേഷൻ, അതായത് ഡോപ്പൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അസൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഏതിന് പ്രപ്പോർഷണലാണ്,
ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വിത്ത് ഡെപ്ത്. ഓക്കെ, അപ്പം നമ്മളുടെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വിത്ത് ഡെപ്തിന് പ്രൊപ്പോർഷണലാണ്. അതാണ് ഇവിടെ ഡോ സി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡോ സ്ക്വയർ സി ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന ഇക്വേഷൻ. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് പഠിച്ചുകൊള്ളുക, എന്താണ് സംഭവം മനസ്സിലാക്കിക്കൊള്ളുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വിത്ത് ഡെപ്ത്. അപ്പം ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ അറ്റ് എ പോയിന്റ് ഈക്വൽ ടു നെറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൂവിങ്സ് അവേ ഫ്രം ദാറ്റ് പോയിന്റ്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞാണ്, നമ്മളുടെ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ ഡിഫ്യൂഷൻ ഡിസ്റ്റൻസിലേക്ക് താഴേക്ക് പോകും തോറും അതിൻ്റെ എന്ത് സംഭവിക്കും? ഡിസ്റ്റൻസിലേക്ക് പോകും തോറും അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്ത് വരും. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ. ഈ താഴോട്ട് വരും തോറും, ഡിസ്റ്റൻസിലേക്ക് വരുന്ന തോറും നമ്മളുടെ ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ അറ്റ് എ പോയിന്റ് ഈക്വൽ ടു എന്താണ്? നെറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൂവിങ് അവേ ഫ്രം ദാറ്റ് പോയിന്റ്. അപ്പം എത്രത്തോളം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അങ്ങോട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്, അതായത് എത്രത്തോളം ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ എന്തുണ്ടാകുന്നത്? കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പം റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ അറ്റ് എ പോയിന്റ് ഈക്വൽ ടു നെറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൂവിങ് അവേ ഫ്രം ദാറ്റ് പോയിന്റ്. ദാറ്റ് ഈസ് ആക്ച്വലി ഫിക്സ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അപ്പം നിങ്ങൾ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ബൈ ഹാർട്ട് എങ്കിലും പഠിച്ചു വെച്ചോളൂ, വാട്ട് ഈസ് ഫിക്സ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ഫിക്സിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആണ് നമ്മൾ എവിടെ കണ്ടത്? നമ്മൾ ഓക്സിജൻ ഫ്ലക്സ്, അതായത് ഡീൽ ഗ്രൂവ് മോഡൽ ഓഫ് ഡിഫ്യൂഷൻ നമ്മൾ കണ്ടത്. കോൺസെൻട്രേഷൻ എന്താണ്? ഓക്സിജൻ ഫ്ലക്സ് എന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് J1 എന്ന് പറയുന്ന J3 എന്ന് പറയുന്ന ഓക്സിജൻ ഫ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അവിടെ നമ്മൾ ഫിക്സ് ഫസ്റ്റ് ലോ ആണ് അവിടെ അപ്ലൈ ചെയ്തത്. ഇപ്പോൾ ഫിക്സ് സെക്കൻഡ് ലോ നമ്മൾ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, അവിടെ ഡോ ബൈ ഡോ എക്സ് ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പം അത് അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ടേംസ് മാത്രമാണ്. അപ്പം റേറ്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷനും സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷനും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഫ്ലക്സ് ഓഫ് ദ ഡോപ്പൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ദാറ്റ് ഈസ് ആക്ച്വലി ഫസ്റ്റ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ആൻഡ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിച്ച് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, രണ്ടും നിങ്ങൾക്ക് എഴുതിയാലും കുഴപ്പമില്ല. അതായത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വിത്ത് ഡെപ്ത്. ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വിത്ത് ഡെപ്ത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഫിക്സ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളുക. അറ്റ്ലീസ്റ്റ് ഈ ഡെഫിനേഷനും അതിൻ്റെ ഇക്വേഷൻസും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ബൈ ഹാർട്ടെങ്കിലും പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കുക ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് കോൺസെൻട്രേഷൻ ഡിക്രീസ് ആകുന്നത് ഡിസ്റ്റൻസിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അതാണ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ പറയുന്നത്. ഫസ്റ്റ് ലോ കേസിൽ നമ്മൾ പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഡോപ്പൻ്റ് ആറ്റംസ് പാസിംഗ് ത്രൂ എ പോയിന്റ് യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് പ്രൊപ്പോർഷണലാണ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഫിക്സ് ഫസ്റ്റ് ലോ. ഓക്കെ, ഈ രണ്ട് ലോസും വെച്ചിട്ടാണ് നമ്മൾ ഡിഫ്യൂഷൻ മൈക്രോസ്കോപ്പിക് പോയിന്റ് വ്യൂവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഒരു ഡോപ്പിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഡിഫ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് റീജിയൻസ് നമ്മൾക്ക് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒരു ഡിഫ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് റീജിയൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഡിഫ്യൂഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ഡോപ്പിംഗ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് റീജിയൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രീ ഡെപ്പോസിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതായത് നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡോപ്പൻ്റ് ആറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം അതിനെയാണ് നമ്മൾ പ്രീ ഡിപ്പോസിഷൻ. അതായത് നിങ്ങൾക്ക് ഡിഫ്യൂഷൻ നടത്തണം എങ്കിൽ, ഓക്കെ, അപ്പം നമുക്ക് ഒരു ഡോപ്പൻ്റ് ആറ്റം നമുക്ക് ഡിഫ്യൂസ് ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
ഒരു പർട്ടിക്കുലർ ഡോസ് ഓഫ് അല്ലെങ്കിൽ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡോപ്പൻ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. ആ ഡോപ്പൻ്റ് ആറ്റമാണ് വീണ്ടും പിന്നെ എങ്ങോട്ട് പോകുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഡിഫ്യൂഷൻ പ്രോസസ്സ് പിന്നെ നടക്കുന്നത്. അപ്പം ഈ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പൻറ്റിനെയാണ് നമ്മൾ ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡോപ്പൻറ്റ് വിച്ച് വാട്ട് വി ആർ ഇൻട്രൊഡ്യൂസിങ് ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് പ്രീ ഡെപ്പോസിഷൻ. ഇപ്പം അതായത് നിങ്ങൾക്കൊരു ഡിഫ്യൂഷൻ നടത്തണമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ നമ്മൾ ഡിഫ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫോസ്ഫറസ് ആണ് ഡിഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് നമ്മൾ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നമ്മളുടെ വേഫർ സർഫേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ഡോസിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീ ഡെപ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, പ്രീ ഡെപ്പോസിഷൻ. അപ്പം കൺട്രോളബിളി ഇൻട്രൊഡ്യൂസ് ഡിസൈഡ് ഡോപ്പൻ്റ് ആറ്റം ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് പ്രീ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രീ ഡെപ്പോസിറ്റ് ചെയ്ത സാധനമാണ് എങ്ങോട്ട് പോകുന്നത്, ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്ത് എങ്ങോട്ട് പോകുന്നത്, നമ്മളുടെ എങ്ങോട്ട് പോകുന്നു, നമ്മളുടെ വേഫറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നത്. അപ്പം പ്രീ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പൻറ്റിനെയാണ് നമ്മൾ പ്രീ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഡ്രൈവ് ഇൻ എന്ന് പറയുന്നത് ദ ഇൻട്രൊഡ്യൂസ്ഡ് ഡോപ്പൻസ് ആർ ഡ്രിവൺ ഡീപ്പർ ഇൻ ടു ദ വേഫർ വിത്തൗട്ട് ഫർദർ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡോപ്പൻ. അപ്പോൾ അതായത് നമ്മൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പൻ്റ് എന്തോ ചെയ്യുന്നു, ഡ്രൈവ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു, നമ്മളുടെ ഡിഫ്യൂസ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു, ഇപ്പോൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പൻ്റ് ആണ് എങ്ങോട്ട്, ഇത് ലോ കോൺസെൻട്രേഷൻ ആണ്, ഇത് ഹൈ കോൺസെൻട്രേഷൻ ആണ് എങ്കിൽ ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ ഇത് ഡോപ്പൻ്റ് മൂവ്മെൻറ്റ് ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഡോപ്പൻ്റ് റീജിയൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹൗ ദ ഡിഫ്യൂഷൻ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് മീൻസ് ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ഡോപ്പൻസ് ആർ driven deeper into the wafer without further introduction of dopant atom that is actually considered. അപ്പം നമ്മൾ ഒരു ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഡോപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ രണ്ട് സ്റ്റെപ്സ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ പ്രീ ഡിപ്പോസിഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡോപ്പൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഡോപ്പൻ്റ് ആണ് ഫർദർ ആയിട്ട് എങ്ങോട്ട് പോകുന്നത്, ഡിഫ്യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നമ്മളുടെ വേഫറിലേക്ക് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് the two steps in the wafer diffusion process. Okay, diffusion process ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇത് കൺട്രോൾഡ് ഡോസ് ആണ്. ഈ ഡോസ് എത്രത്തോളം ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ ഫർദർ ആയിട്ടുള്ള നമ്മളുടെ ഡോസിൻ്റെ ഡിഫ്യൂഷൻ നടക്കുക. അപ്പം ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സൊല്യൂഷൻ ടു സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ, അതായത് നമ്മളുടെ ഫിക്സ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫിക്സിൻ്റെ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാം, അതായത് എത്രത്തോളം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൂവിങ് അവേ ഫ്രം ദ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആകുന്നതെന്ന്. അതായത് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പൻസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അതിനനുസരിച്ചായിരിക്കും എന്ത് സംഭവിക്കുന്നത്, അത് എത്ര ദൂരത്തോളം പോകും എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സെക്കൻഡ് ലോ പറയുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ സൊല്യൂഷൻ ടു സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക, എത്രത്തോളം ഡിസ്റ്റൻസ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ സെക്കൻഡ് ലോ നമ്മളോട് പറയുന്നത് എന്താണ്, നമ്മളുടെ കോൺസെൻട്രേഷൻ്റെ ഡിക്രീസ്, അതായത് നമ്മൾ ഡോപ്പൻ്റ് ഡിഫ്യൂസ് ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസ് വരെ പോകും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ആ പർട്ടിക്കുലർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൂവ്സ് അവേ ഫ്രം ദ പോയിന്റ്. അപ്പോൾ അതായത് എത്രത്തോളം ഡോസ് ഉണ്ടോ അത്രത്തോളം ഡിഫ്യൂഷനും നടക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷനെ നമുക്ക്
സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ, നമ്മൾ എത്രത്തോളം ഡെപ്തിൽ നമുക്ക് നമ്മളുടെ ഡിഫ്യൂഷൻ നടക്കും എന്നറിയണം. അതുപോലെ തന്നെ എത്രത്തോളം ടൈം നമുക്ക് ഡിഫ്യൂഷൻ ഉണ്ടാകും എന്നറിയണം. അപ്പം ഡെപ്തും ടൈമും ഓഫ് ഡിഫ്യൂഷൻ, അതായത് എത്രത്തോളം ഡോപ്പൻ്റ് ആറ്റം താഴോട്ട് മൂവ് ചെയ്യും എന്നുള്ളതും, അതുപോലെ തന്നെ എത്രത്തോളം ടൈം ഈ ഡിഫ്യൂഷൻ നടക്കുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കേസസ് ആണ് ഈ സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കേസസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡിഫ്യൂഷൻ കൺസിഡർ ചെയ്യുന്ന രണ്ട് കേസസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സോഴ്സ് ഓഫ് ഡിഫ്യൂഷൻ. അതായത് നമുക്കറിയാം ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ രണ്ട് സ്റ്റെപ്സ് ആണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. പ്രീ ഡിപ്പോസിഷനും ഡ്രൈവ് ഇൻ ഡിഫ്യൂഷനും. അതായത് പ്രീ ഡിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സും ഉണ്ട്. ഡോസ് എത്രത്തോളം ഡോപ്പൻ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റെപ്സ് ഉണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോപ്പൻ്റ് ഡിഫ്യൂസ് ചെയ്ത് നമ്മളുടെ വേഫറിലേക്ക് പോകുന്നത്. അപ്പം ഈ രണ്ട് കേസും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എത്രത്തോളം ഡോസ് ഉണ്ടെന്ന് മനസ്സിലാകണം. ആ എത്രത്തോളം ഡോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അവിടെ ഡിഫ്യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഡിസ്റ്റൻസിൽ പോകും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ രണ്ട് കേസ് നമ്മൾ ഇവിടെയും സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് കേസസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇൻഫൈനൈറ്റ് സോഴ്സ് ഡിഫ്യൂഷൻ. അതായത് ഇൻഫൈനൈറ്റ് സോഴ്സ് ഡിഫ്യൂഷൻ എന്തുകൊണ്ടാണ് അതിനെ പറയുന്നത്? എത്രത്തോളം ഡിഫ്യൂഷൻ നമുക്ക് നടക്കും എന്ന്, ആ ഡോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്രത്തോളം ഡിഫ്യൂഷൻ നടക്കും എന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫൈനൈറ്റ് സോഴ്സ് ഓഫ് ഡോപ്പൻ്റ് ദാറ്റ് ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ പ്രീ ഡിപ്പോസിഷനെ നമ്മൾ പറയുക. അപ്പോൾ നിങ്ങളത് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇൻഫൈനൈറ്റ് സോഴ്സ് ഡിഫ്യൂഷൻ ഇൻ ദ സെൻസ് that is we are just introducing the infinite source of dopant into the wafer surface. Okay, infinite source diffusion is actually the first case, that is actually pre-deposition. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ലോ ഓഫ് ഡിഫ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് കേസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പ്രീ ഡിപ്പോസിഷനും അതുപോലെ തന്നെ ഡ്രൈവ് ഇൻ ഡിഫ്യൂഷനും. അപ്പം പ്രീ ഡിപ്പോസിഷൻ്റെ കേസിൽ നമ്മൾ ഒരു ഇൻഫൈനൈറ്റ് സോഴ്സ് ഓഫ് ഡോപ്പൻ്റ് ആറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻഫൈനൈറ്റ് സോഴ്സ് ഡിഫ്യൂഷൻ റിക്വേഴ്സ് എ കോൺസ്റ്റന്റ് സർഫേസ് കോൺസെൻട്രേഷൻ ഓഫ് ഡിഫ്യൂഷൻ ആറ്റംസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇൻഫൈനൈറ്റ് സോഴ്സ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് സോഴ്സ് ഓഫ് ഡോപ്പൻ്റ് ഡിഫ്യൂഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ കേസിൽ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡിഫ്യൂഷൻ ആറ്റംസ് വിച്ച് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് വൈൽ പ്രീ ഡിപ്പോസിഷൻ വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ്. ഓക്കെ, പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡോപ്പൻ്റ് ആറ്റം വിച്ച് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് വൈൽ പ്രീ ഡിപ്പോസിഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ഡോപ്പൻ്റ് ആറ്റം വി മസ്റ്റ് ഇൻട്രൊഡ്യൂസ്. അപ്പം ആ കേസിൽ നമ്മൾ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പ്രീ ഡിപ്പോസിഷൻ എന്ന് പറയുന്ന കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സി ഓഫ് എക്സ് കോമ 0 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ കണ്ടു. എക്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിസ്റ്റൻസ്, പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എക്സ് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ടി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾ ഒരു നമ്മളുടെ വേഫർ സർഫേസ് ആണെങ്കിൽ ഈ വേഫർ സർഫേസിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒരു 1 മില്ലി മൈക്രോമീറ്റർ ആണെന്ന് വിചാരിച്ചു. ഈ 1 മൈക്രോമീറ്റർ ഡിസ്റ്റൻസിൽ അറ്റ് എ ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0 ആണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ഒരു ഡോപ്പൻ്റ് ആറ്റം നമ്മൾ പർട്ടിക്കുലർ ഡോസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ്, അപ്പോൾ നിങ്ങൾ
ഡിഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സ് ഡിസ്റ്റൻസിൽ എത്രയാണ് നമ്മളുടെ കോൺസെൻട്രേഷൻ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, എത്ര കോൺസെൻട്രേഷൻ ഉണ്ടാകും, ഡോപ്പൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സിൽ ഡിഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക സി ഓഫ് 0, അതായത് എക്സിന് പകരം ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0. ഓക്കെ, എത്ര ഡിസ്റ്റൻസിലാണ്? സർഫേസിൽ. അപ്പം എക്സ് ഇസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ പ്രീ ഡിപ്പോസിഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ് എന്ന് പറയുക. ഈ താഴോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുക. അപ്പോൾ ഈ എക്സ്, ഇത് ടി എന്ന് പറയുന്നത് എത്ര ടൈം ഡിഫ്യൂഷൻ നടന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ ടൈമിനെയാണ് ടി എന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് ഡിഫ്യൂഷൻ ടൈം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് സി കോൺസെൻട്രേഷൻ, സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പം ഈ കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ് ടൈം ടി. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ സി ഓഫ് എക്സ് കോമ 0 എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അറ്റ് ടൈം 0 എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത് നോക്കുക, കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പൻറ്റ് അറ്റ് സർഫേസ് എക്സ് ഈസിക്കൽ ടു 0 ആണ്. അറ്റ് സർഫേസ് അറ്റ് ടൈം ടി എന്ന് പറയുന്നത് സർഫേസ് കോൺസെൻട്രേഷൻ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ, ഇപ്പോൾ ഇത് നമ്മൾക്ക് ഏറ്റവും ഈ ഡിഫ്യൂഷൻ നടന്നാൽ തന്നെ എത്രയേ നടക്കുകയുള്ളൂ? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. അപ്പം ഒരു എക്സ് ഈസിക്കൽ ടു ഇൻഫൈനൈറ്റ് അറ്റ് ടൈം ഈസിക്കൽ ടു ടി എന്ന് പറയുന്നതും 0 ആയിരിക്കും. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. സി ഓഫ് എക്സ് കോമ 0 ഈസിക്കൽ ടു 0, 0 കോമ ടി ഈസിക്കൽ ടു സർഫേസ് കോൺസെൻട്രേഷൻ, സി ഓഫ് ഇൻഫൈനൈറ്റ് കോമ ടി ഈസിക്കൽ ടു 0. അപ്പോൾ ഈ 3 ബേസിക് ആയിട്ടുള്ള ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ബിഫോർ പ്രീ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സോഴ്സ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഈ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പോകുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ ഫിക്സ് ലോ അണ്ടർ സെക്കൻഡ് ലോ ഓഫ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് ആണ്. ഈ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഫിക്സ് ലോയുടെ സെക്കൻഡ് ലോയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇത് ബൈഹാർട്ട് ചെയ്യുക, സി ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സി എസ് എന്ന് പറഞ്ഞാൽ സർഫേസ് കോൺസെൻട്രേഷൻ, ഇ ആർ എഫ് സി എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ബൈ 2 റൂട്ട് ഡി ടി എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പം സി ഓഫ് എക്സ് കോമ ടി സി എസ് ഇൻറ്റു കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ബൈ 2 റൂട്ട് ഡി ടി എന്നാണ് ഈ കേസിൽ വരുന്ന സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ റൂട്ട് ഡി ടി എന്ന് പറയുന്നത് കോമൺ ഫീച്ചർ ഇൻ ദ സൊല്യൂഷൻ ഓഫ് ഡിഫ്യൂഷൻ പ്രോബ്ലം. ഇറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക് ഡിഫ്യൂഷൻ ലെങ്ത് എന്നാണ് ഡി ടിയെ നമ്മൾ വിളിക്കുക. ക്യാരക്ടറിസ്റ്റിക് ഡിഫ്യൂഷൻ ലെങ്ത്. അപ്പോൾ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സൊല്യൂഷൻ അറ്റ് പ്രീ ഡിപ്പോസിഷൻ ഡിഫ്യൂഷൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് സി ഓഫ് എക്സ് കോമ ടി ഈസിക്കൽ ടു സി എസ് ഇൻറ്റു കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ബൈ 2 റൂട്ട് ഡി ടി എന്നാണ്. അതുപോലെ തന്നെ ആ സമയത്ത് ഉള്ളത് ഇതിൻ്റെ കേസിൽ നമുക്ക് വരുന്ന റൂട്ട് ഡി ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? ക്യാരക്ടറിസ്റ്റിക് ഡിഫ്യൂഷൻ ടൈം. അപ്പോൾ ഈ സമയത്ത്, അപ്പോൾ ഈ പ്രീ ഡിപ്പോസിഷൻ ഡിഫ്യൂഷൻ്റെ സമയത്ത് ഉള്ള ഡോസ് എന്ന് പറയുന്നത്, ഓക്കെ, ഡോസ് ഓഫ് പ്രീ ഡിപ്പോസിഷൻ ഡിഫ്യൂഷൻ, അതായത് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡോസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തുള്ള ഡോസ് എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടുപിടിക്കുന്നത് നമുക്ക് ഡോസ് ഓഫ് പ്രീ ഡിപ്പോസിഷൻ വേരിയസ് വിത്ത് ടൈം ഓഫ് ഡിഫ്യൂഷൻ. നമുക്ക് ഇതിൻ്റെ ഡോസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ സി ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ അല്ലേ? സി ഓഫ് എക്സ് കോമ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ അറ്റ് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് അറ്റ് പർട്ടിക്കുലർ ടൈം ടി എന്നാണ് നമുക്ക് സി ഓഫ് എക്സ് കോമ ടി കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ കോൺസെൻട്രേഷനെ നമുക്ക്
0 to ഇൻഫൈനൈറ്റ് ടൈമിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മളുടെ ഡോസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് കിട്ടാൻ വേണ്ടി ഇപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോസ് എന്ന് പറയുന്നത്, ഡോസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ടൈമാണ്, എത്രത്തോളം ഡിസ്റ്റൻസിലാണ് എന്നുള്ളതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡോസിൻ്റെ ഇക്വേഷൻ 2 × CS × √dT/π എന്നാണ്. CS സർഫേസ് കോൺസെൻട്രേഷൻ, DT എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഡിഫ്യൂഷൻ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു.